കോഴിക്കോട് പെട്രോൾ പമ്പിലേക്ക് നമുക്ക് തിരികെ പോകാം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയുണ്ട് കൂടെ. അഭിന, നിലവിൽ പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കയർ പിന്നെയും ഊരിമാറ്റി പോലീസുകാർ, പിന്നെയും വീണ്ടും തിരികെ കെട്ടി എന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ. അർജുന, അല്പസമയം മുൻപായിരുന്നു വീണ്ടും പ്രതിഷേധം. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പെട്രോൾ പമ്പിനകത്തേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്ന ഒരു ആളെ തടയുകയും പിന്നീട് പോലീസ് ഇടപെടുകയും അത് പിന്നീട് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ വലിയൊരു വാക്കേറ്റത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പോലീസ് ഇവിടെ ആദ്യം കെട്ടിയിരുന്ന കയറുണ്ടായിരുന്നു. ഈ കയർ പോലീസ് അഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും വീണ്ടും പ്രതിഷേധക്കാർ ആ കയർ കെട്ടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഒരു കയർ ഇവിടെ നിന്നും അഴിച്ച നിലയിലാണുള്ളത്. പക്ഷേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ ആ സൈഡിലൂടെയും വാഹനങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗത്തും നിലവിൽ കയറ് കെട്ടിയ അവസ്ഥയാണുള്ളത്. പക്ഷേ ആ ഭാഗത്തുള്ള കയറുകളൊന്നും തന്നെ അഴിച്ചു മാറ്റിയിട്ടില്ല. നിലവിൽ ഈ ഭാഗത്തുള്ള കയറുകൾ മാത്രമാണ് അഴിച്ചു മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പോലീസ് തമ്പടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർ ആരും തന്നെ ഈ ഭാഗത്തു നിന്നും പോയിട്ടില്ല. ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരടക്കം നിരവധി ആളുകൾ ഇവിടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും ഈ ഒരു കയറ് കിട്ടുന്നതിനും സ്ത്രീകൾ തന്നെ മുന്നോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാനാവുന്നത് പോലീസും പ്രവർത്തകരും സൗമ്യമായി ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രവർത്തകർ പറയുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പ് പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഇവിടെ തൊഴിലാളികൾ കേന്ദ്ര നയത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ സമരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത്. അതിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുമാണ് നൽകേണ്ടത്. പക്ഷേ ഇവർ ഏതിനാണ് അനുകൂലിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പ്രതിഷേധക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടപ്പിക്കും എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് പ്രതിഷേധക്കാർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സമയങ്ങൾ, അതായത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരും. നേരത്തെ കുത്തിയിരുന്നവരെ ചില പ്രവർത്തകർ കുത്തിയിരുന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വാഹനങ്ങൾ പോലും ഈ പെട്രോൾ പമ്പിനകത്തേക്ക് കയറ്റിവിടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച മാനേജർ, ഈ ഇന്ത്യൻ ഓയിലിന്റെ മാനേജറോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സംഘടനയുടെ ഭാഗമല്ല, ഞങ്ങൾ ഈ ഒരു സമരത്തിൽ അനുകൂലികളുമല്ല, അത് ഞങ്ങൾക്ക് അനുകൂലിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് നേരത്തെയും ഈ മാനേജർ അടക്കമുള്ള ആളുകൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ഭാഗത്തേക്ക് ഇത് അടപ്പിക്കാതെ ഇവിടെ നിന്നും പോകില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീരുമാനത്തിലല്ല, പെട്രോൾ അടിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതിനകത്ത് പെട്രോൾ അടിക്കാനുള്ള പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കും. അത് സമരക്കാരുടെ ഒരു പ്രതിഷേധമാണ്. ഞങ്ങളവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. തടസ്സപ്പെടുത്താമെന്നവരെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് പ്രതിഷേധക്കാരല്ലാണ് തീരുമാനിക്കുന്നത്. ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് ഇവരെ മാറ്റാണ്. അല്ല, അവർ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ മാറ്റും. സമാധാനപരമായിട്ട് സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവരുമായിട്ടല്ല, അത് അവർ എന്നോട് ചില സംശയങ്ങൾ ചോദിച്ച് നിയമപരമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായും. അതായത് പ്രധാനമായും ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഒരു പെട്രോൾ ഇവിടെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാനുള്ള ആളുകളെ കയറ്റിവിടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് പ്രതിഷേധക്കാർ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരാൾ പോലും ഇവിടെ നിന്നും മാറിയിട്ടില്ല. പക്ഷേ ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്നും നീങ്ങിയാൽ മാത്രമേ പോലീസും ഈ ഭാഗത്ത് നിന്നും മാറുകയുള്ളൂ. അർജുന, കോഴിക്കോട് മങ്കാവിലാണ് പെട്രോൾ പമ്പ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധം കടുപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ അല്പനേരം മുൻപ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. നിലവിൽ പ്രതിഷേധമൊന്ന് അയഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പെട്രോൾ പമ്പ് അടക്കാതെ പ്രതിഷേധക്കാർ അവിടെ നിന്ന് പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് പ്രതിഷേധക്കാർ അവിടെ നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം അവിടെ ഉണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അഭിനയാണ്.
1.5 വർഷം